നമസ്കാരം. ലോകത്തിൻ്റെ കായിക ഭൂപടത്തെയല്ല, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സാമ്രാജ്യങ്ങളെയാണ്, അല്ലെങ്കിൽ സാമ്രാജ്യത്തെയാണ്, ആ സാമ്രാജ്യത്വത്തെയാണ് ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഒളിമ്പിക് ഭൂപടം അടയാളപ്പെടുത്തുന്നത്. അത് പരസ്യമായി, വിളംബരമായി, അവസരങ്ങൾക്കോ അവകാശങ്ങൾക്കോ വേണ്ടിയുള്ള വേദിയായി, പോരാട്ടമായി എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ കാലത്തും ഭരണകൂടങ്ങളോ സമൂഹങ്ങളോ അതിനെ കണ്ടിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ സ്വത്വം തെളിയിക്കാനുള്ള പോരാട്ടമായി, തൻ്റെ സ്ത്രൈണതയെ, ദൈന്യതയെ, കറുപ്പിനെ തിരിച്ചറിയാനും പുറത്തേക്ക് അറിയിക്കാനുമുള്ള അവസരമായി മുഷ്ടി ചുരുട്ടിയും മെഡലുകൾ കടിച്ചു പിടിച്ചുമെല്ലാം പല കാലഘട്ടങ്ങളിൽ വ്യക്തികൾ അല്ലെങ്കിൽ കായിക താരങ്ങൾ ഈ വേദിയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത്തരമൊരു ഒളിമ്പിക്സ് കഴിഞ്ഞു പോയിരിക്കുന്നു. ആ ഒളിമ്പിക്സിലേക്ക്, ആ ഒളിമ്പിക്സിനോട്, ആ ഒളിമ്പിക് വേദിയോട് കേരളം എത്രമാത്രം അടുക്കുന്നു അല്ലെങ്കിൽ അടുത്തിരുന്നു എന്നതാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ടോക്കിയോയിൽ നിന്ന് പാരീസിലേക്ക് കേരളത്തിൽ നിന്ന് ദൂരം കൂടുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അത് ലോസ് ആഞ്ചലസിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ വേദിയിലെ കാഴ്ചക്കാരിൽ ഒരാൾ മാത്രമായി നമ്മൾ മാറിയേക്കാമെന്നുള്ള ഭീതിയിൽ നിന്നുകൊണ്ടാണ്, അനിശ്ചിതത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് 4 ഘട്ടങ്ങളായിട്ടാണ് നമ്മളിതിനെ വിശകലനം ചെയ്യുന്നത്. പലപ്പോഴും പല കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതിൽ കെനിയയിലെ ദീർഘദൂര ഓട്ടക്കാരുണ്ട്, ജപ്പാനിലെയും ചൈനയിലെയുമെല്ലാം ടേബിൾ ടെന്നീസ് കളിക്കാരുണ്ട്, ഗോതമ്പ് പാടങ്ങളിൽ നിന്ന് വന്ന് ഗോതകൾ കീഴടക്കുന്നവരുണ്ട്. ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? കായലുകളും പുഴകളുമെല്ലാമുള്ള ഒരു ഭൂപ്രകൃതിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചികഞ്ഞെടുക്കാം. ഇനി മൈക്കിൾ ഫെൽപ്സ് ഇല്ലെങ്കിൽ പോലും അവിടെ നിന്നുമാണ് നമ്മൾ, വള്ളംകളിയുടെ നാട്ടിൽ നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. പക്ഷേ ഒളിമ്പിക്സ് പോലെ ഒരു വേദിയെ ഒരു സംസ്ഥാനത്തെയോ ഒരു രാജ്യത്തിൻ്റെയോ പ്രകടനത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് വിലയിരുത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്. വിശാലമായൊരു വേദി, ഒരുപക്ഷെ UN സെക്യൂരിറ്റി കൗൺസിലെക്കുറിച്ച് പറയുന്ന പോലെ നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ സിദ്ധികളും നിങ്ങളുടെ പരിമിതികളും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം അറിയിക്കാനുള്ള വലിയൊരു വേദിയെ, ലോകം എല്ലാ കാലത്തും അങ്ങനെ കണ്ടൊരു വേദിയെ, ആ വേദിയിൽ നമ്മുടെ പ്രാതിനിധ്യം മാത്രമായി ചുരുങ്ങിപ്പോകുന്നതിൻ്റെ വേദനയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിശകലനത്തിലേക്ക് എത്തേണ്ടത്. കാരണം ലോകത്ത് തന്നെ ഏറ്റവും ആത്മാർത്ഥമായി കോർപ്പറേറ്റുകൾ സമ്പത്ത് നിക്ഷേപിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സ്പോർട്സ് തന്നെയാണ്. ഫാർമസ്യൂട്ടിക്കൽ മേഖലയായാലും, ഫാർമസി മേഖലയായാലും, ആയുധ മേഖലയായാലും, വിദ്യാഭ്യാസമായാലും, ആരോഗ്യ മേഖലയായാലും തന്നെയും അവിടെയെല്ലാം ലാഭത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന കോർപ്പറേറ്റ് കണ്ണുകൾ ഇവിടെ പ്രവർത്തന മികവിലേക്കാണ്, ആ പ്രവർത്തന മികവിനാണ് അല്ലെങ്കിൽ ഫലത്തിനാണ് ഊന്നൽ നൽകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും
സിനിമാ മേഖലയിലേക്ക് അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള കോർപ്പറേറ്റുകളുടെ കടന്നുവരവ്, വാണിജ്യ സിനിമകൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകൾ അല്ലെങ്കിൽ ഗ്ലോബൽ സിനിമകൾ എന്ന നിലയിലേക്ക് ആ മേഖലയെ തളച്ചിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാഹുബലികൾക്കോ KGF മാത്രം പണം മുടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും അവിടെ ഉണ്ടായിട്ടുള്ളത്. വാണിജ്യ മൂല്യം കുറഞ്ഞ ചലച്ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ വാണിജ്യ മൂല്യം കുറഞ്ഞ കലാരൂപങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണയൊന്നും അല്ലെങ്കിൽ നാമമാത്രമായ പിന്തുണ മാത്രമാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് ലഭിച്ചത്. അവിടെയാണ് സ്പോർട്സ് മേഖലയിലുള്ള നിക്ഷേപങ്ങൾ ഗൗരവത്തോടെ കാണുന്നത്. അത് ചെൽസിയെ വില കൊടുത്ത് വാങ്ങുന്നതായാലും ഇന്ത്യയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഒരു വനിതാ കായിക താരത്തിനുള്ള സാമ്പത്തിക സഹായമായാലും ആ ചെൽസിയോ ആ കളിക്കാരിയോ മികച്ച വിജയം നേടേണ്ടത് ആ കോർപ്പറേറ്റിൻ്റെ അല്ലെങ്കിൽ ആ മുതലാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറയുന്ന ആ മുതലാളിത്ത ശക്തിയുടെ ആവശ്യം തന്നെയാണ്. അത് സതുദ്ദേശമോ ദുരുദ്ദേശമോ എന്തു തന്നെയായാലും ഫലം സ്വീകാര്യമായ ഫലമാണ്. അവിടെയാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും വലിയ രീതിയിലുള്ള കോർപ്പറേറ്റ് വൽക്കരണം നടന്നിട്ടും ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലം ഒളിമ്പിക് വേദിയിൽ ഉണ്ടാവാറുണ്ട്. ആർച്ചറിയും ഗുസ്തിയും അടക്കമുള്ള മേഖലയിൽ കേരളത്തിൻ്റെ ക്രിക്കറ്റ് അടക്കമുള്ളവയിൽ ഇന്ത്യയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളും പുരുഷാധിപത്യവും സാമൂഹികമായ പിന്നോക്കാവസ്ഥയും എല്ലാമുള്ള ഇടങ്ങളിൽ നിന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേദിയായ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന് വഴിവെക്കുന്ന രീതിയിൽ വലിയ മുന്നേറ്റങ്ങൾ ഇന്ത്യൻ കായിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് 100% അംഗീകരിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ എങ്ങനെ പിന്നോക്കം പോകുന്നു എന്നുള്ളത് നമ്മൾ ഇതിനോടൊപ്പം തന്നെ വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ച് ഒളിമ്പിക്സിൽ, പ്രത്യേകിച്ചും അത്ലറ്റിക്സിൽ 3ാം 4ാം സ്ഥാനമോ 5ാം സ്ഥാനമോ ലഭിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതുതന്നെയാണ് നമ്മൾ കേരളത്തിലും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ചർച്ച കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയ ഏറ്റവും കുറഞ്ഞ തരംഗം, ഏറ്റവും കുറഞ്ഞ സാമൂഹികമായ ചലനം ഉണ്ടാക്കിയൊരു സംസ്ഥാനം എന്ന് പറയാവുന്നത്, പ്രദേശമെന്ന് പറയാവുന്നത് എല്ലാം കൊണ്ടും കേരളമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൻ്റെ ഇടയിൽ സാമൂഹികമോ സാംസ്കാരികമോ എന്തെങ്കിലും ഒരു വിപ്ലവത്തിനോ മുന്നേറ്റത്തിനോ ഒരു പുരോഗതിക്കോ നേരിട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചലനം, എന്തെങ്കിലും ഉദ്യമം സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേരളം പോലെ സാമൂഹികമായ പുരോഗതി നേടിയ ഒരു പ്രദേശത്തുണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ വൈരുദ്ധ്യമാണ്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് സാങ്കേതികവിദ്യയും സ്വകാര്യ മൂലധനവും വലിയ രീതിയിൽ വന്നതിന് ശേഷമുള്ള കേരളത്തിൻ്റെ കായിക രംഗം. ആ വിരോധാഭാസത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. അവിടെ നമ്മൾ വൈവിധ്യവൽക്കരണമാണോ വേണ്ടത്, ശക്തി മേഖലകളെ കൂടുതൽ ശാക്തീകരിക്കുകയാണോ വേണ്ടത് എന്നുള്ള ചർച്ച അവിടെ നിന്നുമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ദേശീയ റെക്കോർഡുകളും സംസ്ഥാന റെക്കോർഡുകളും വരെ തകർക്കപ്പെട്ടിട്ട് പതിറ്റാണ്ടുകളായി എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് അവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഇതിലാദ്യത്തേതാണ് നമ്മൾ സ്കൂൾ കായികമേളയുമായിട്ട്, സ്കൂൾ കായികമേളയിലൂടെ നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. ഒരുപക്ഷെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനുള്ള ഒരു സ്ഥാനം, എന്താ പറയുക, ഒരു ഗ്ലാമർ ഇപ്പോൾ സംസ്ഥാന കായികമേളയ്ക്ക് ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത്. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ അധ്യാപകരും അത്ലറ്റിക് മീറ്റുകളിലെ പ്രകടനം കൊണ്ട് മാത്രം പേര് സമ്പാദിച്ച സ്കൂളുകളുമെല്ലാം ഏറ്റവും കുറഞ്ഞത് ഒരു 1.5 പതിറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നിടത്തു നിന്നാണ് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. സമ്പത്ത് കണ്ടെത്താനും പരസ്യം ചെയ്യാനും കോർപ്പറേറ്റുകളും വാട്സപ്പും
സാമൂഹ്യ മാധ്യമങ്ങളും ഏറ്റവും തീരെ ഇല്ല എന്ന് തന്നെ പറയാവുന്നു. ഒരുപക്ഷെ യൂട്യൂബ് വന്നു തന്നെ 2005 അത്തരം ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ പോലും സ്പോർട്സിൽ മെഡലുകൾ നേടുന്ന സ്കൂളിൻ്റെയോ അധ്യാപകൻ്റെയോ മേൽവിലാസത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ഉണ്ടായിരുന്നു എന്നത് അരനൂറ്റാണ്ടോ ഒരു നൂറ്റാണ്ടോ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞത് സാങ്കേതികമായും സാമ്പത്തികമായും കൂടുതൽ അവസരങ്ങൾ ലഭിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടാണ് കടന്നുപോയത്, അല്ലെങ്കിൽ ഒരു 2 പതിറ്റാണ്ടാണ് കടന്നുപോയത്. അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു വികസനം കായിക മേഖല ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ കായിക സംഘടനകളുടെ രാഷ്ട്രീയവും അലംഭാവവും കെടുകാര്യസ്ഥതയും അധാർമികതയും എല്ലാം വലിയ രീതിയിൽ ഇന്നും ഈ നിമിഷവും നമ്മളെ പുറകോട്ടടിക്കുമ്പോഴും വലിയ രീതിയിലുള്ള സ്വകാര്യ മൂലധനം വരികയും അതിനനുസരിച്ചുള്ള സാങ്കേതിക സഹായങ്ങളും അവസരങ്ങളുമെല്ലാം ലഭ്യമാവുകയും ചെയ്ത ഒരു പതിറ്റാണ്ടാണ് കഴിഞ്ഞു പോയത് എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ, എന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒളിമ്പിക് മെഡലുകളുടെ എണ്ണത്തെക്കുറിച്ച് നമ്മൾ സംശയത്തോടെ കാണുന്നു. സ്ഥിരമായി മെഡലുകൾ തരുന്ന ചില മേഖല, അല്ലെങ്കിൽ വളരെ പ്രതിഭാശാലികളായ കുറച്ച് കായിക താരങ്ങൾ, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയത്തോടെ കാണേണ്ടത്. ഹോക്കിയുടെ അടക്കമുള്ള തിരിച്ചുവരവിനെ ആഘോഷിക്കുമ്പോൾ തന്നെയും നമ്മളിത് ഗൗരവത്തോടെ കാണേണ്ടത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കേരളത്തിലെ സ്കൂൾ കായിക മേഖലകളെക്കുറിച്ച്. ഇത് നേരത്തെ പറഞ്ഞത് ഇന്ത്യയുടെ കാര്യമാണ്, അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് കേരളത്തിൻ്റെ കാര്യം. നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ കായിക മേളകളുടെ കാര്യം, സ്കൂൾ കായിക മേളകളായാലും യൂണിവേഴ്സിറ്റി കായിക മേളകളായാലും ശരി, സ്കൂൾ കലോത്സവത്തിന് ലഭിക്കുന്ന ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ ഗ്ലാമർ അതിന് ലഭിക്കുന്നില്ല. പണക്കൊഴുപ്പിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സിനിമാ മോഹത്തിൻ്റെയും എല്ലാം കേടുപാടുകൾ ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങളും സിദ്ധികളും പൊതുമണ്ഡലത്തിൽ പ്രദർശിപ്പിക്കാൻ എന്ന അവസ്ഥ എത്തിയിട്ടും നിലവാരമുള്ള മത്സര ഇനങ്ങളും മത്സരാർത്ഥികളും പ്രകടനങ്ങളും കാണികളും ഇന്നും ഈ നിമിഷവും സംസ്ഥാന ജില്ലാ യുവജനോത്സവങ്ങൾക്കുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്, സന്തോഷം പകരുന്നതാണ്, അഭിനന്ദനാർഹം. അവിടെ നിന്നുമാണ് നമ്മൾ സ്കൂൾ കായികമേളയിലേക്ക് എത്തുന്നത്. സർക്കാർ ജോലിയും വലിയ സാമ്പത്തിക സഹായവുമല്ല ആവശ്യമെന്നും റിയാലിറ്റി ഷോകളല്ല കായിക മേഖലയിൽ സ്കൂൾ തലത്തിലെ പ്രകടനമായാലും എന്തായാലും അത് റിയാലിറ്റി ഷോകളല്ല എന്നും നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ്. ഒരു കളിക്കാരൻ, ഒരു കളിക്കാരി ഒരു സമൂഹത്തെയാണ് പ്രതിദാനം ചെയ്യേണ്ടത് എന്ന് വരുമ്പോൾ ഇത്തരം പുരസ്കാരങ്ങൾ അവർ അംഗീകാരം അർഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും ഇത്തരം പുരസ്കാരങ്ങൾ എങ്ങനെ ആളുകളെ പിറകോട്ടടിക്കുന്നു, എങ്ങനെ കായിക മേഖലയെ പിറകോട്ടടിക്കുന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഗ്രേസ് മാർക്കുകളെക്കുറിച്ചും സിനിമയിലേക്കുള്ള വഴിയായി കലാമത്സരങ്ങളെ കണ്ടതിൻ്റെയും ദൂഷ്യഫലങ്ങൾ നമ്മൾ അനുഭവിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പുരസ്കാരങ്ങളുടെ അളവും തോതും മനസ്സിലാക്കിയത്. ഫുട്ബോൾ, നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റോ ഹോക്കിയോ പോലെയുള്ള മേഖലകൾ എടുത്തു നിർത്തിയാൽ കൃത്യമായി എടുത്തു പറയാവുന്ന ഒരു മുന്നേറ്റം വിശേഷം അത്ലറ്റിക്സിൽ ഇന്ത്യക്കെന്ന പോലെ കേരളത്തിലും ഇല്ല എന്നുള്ളതാണ് തിരിച്ചറിയുന്നത്. ഇത് കേരളത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ മെഡലുകളും ആ മെഡലുകളുടെ എണ്ണത്തിൽ മലയാളികളുടെ എണ്ണവും ഒരേപോലെ പിന്നോട്ട് പോകുമെന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഏഷ്യൻ ഗെയിംസിലും മറ്റ് ഒളിമ്പിക്സ് അടക്കമുള്ള ലോക കായിക വേദികളിലും റിലേ ടീമിലെ
400 മീറ്റർ റിലേയിലും ഹഡിൽസിലുമെല്ലാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളമാണോ എന്ന് ലോകം കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടത് അവിടെയാണ്. 3-4 പതിറ്റാണ്ട് മുമ്പ് വരെ അങ്ങനെയായിരുന്നു സ്ഥിതി. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂൾ കായികമേളയുടെ പ്രാധാന്യമില്ലായ്മയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഒരുതരം താല്പര്യക്കുറവ് അത് വിദ്യാർത്ഥികൾ സൃഷ്ടിക്കുന്നു. അത് ഒരു മികച്ച അത്ലറ്റിനെ ദീർഘകാലത്തേക്ക് വാർത്തെടുക്കാനുള്ള ഒരു അവസരം ഇല്ലാതെയാണ്. ഇനിയാണ് നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുന്നത്. കേരളത്തിലെ നാടകവേദികൾക്കും മറ്റു പല കലാരൂപങ്ങൾക്കും ലഭിക്കാത്ത പിന്തുണ കേരളത്തിലെ കായിക മേഖലയ്ക്ക് ലഭിക്കുന്നുവെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അവലോകനം ആവശ്യമാണെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യം പറയാൻ വിട്ടുപോയ വള്ളംകളിയിലേക്ക് നമ്മൾ എത്തി. വള്ളംകളി പലതുകൊണ്ടും വലിയൊരു മാതൃകയാണ്. അവിടെ നിന്നുമാണ് നമ്മൾ തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടത്. ഒരു വലിയ സംസ്കാരമോ ഒരു വലിയ പൈതൃകമോ നിലനിർത്തുന്നതിനൊപ്പം തന്നെ വലിയൊരു കായിക സംവിധാനത്തെ മത്സരക്ഷമമായി നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ജപ്പാനിലെ ടേബിൾ ടെന്നീസിനോ അല്ലെങ്കിൽ പഞ്ചാബിലെയൊക്കെ അല്ലെങ്കിൽ ഗോതമ്പ് പാടങ്ങളിലെ നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് പാടങ്ങളിലെ ഗോതകൾ പോലെയോ ഒരു വലിയ സംസ്കാരം, ഭൂപ്രകൃതിയോട് യോജിച്ചു പോകുന്ന ഒരു വലിയ സംസ്കാരം, ആ സംസ്കാരത്തെ എങ്ങനെ മനോഹരമായി നിലനിർത്തുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിനർത്ഥം വള്ളംകളിയെ നാളെ ഒളിമ്പിക്സ് വേദിയാക്കാൻ വേണ്ടി മത്സരിക്കണമെന്നുള്ളതല്ല. അല്ലെങ്കിൽ അങ്ങനെ മത്സരിക്കുന്നത് തെറ്റല്ല പറയുന്നത്. ഒരു സംവിധാനത്തെ എങ്ങനെ കാര്യക്ഷമമായി മത്സരക്ഷമമായി സമൂഹത്തിന് ഇടപെടലോട് നിർത്തുന്നു എന്നുള്ളത് നമ്മൾ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യണം. അതിലൂടെ ഒരു നാടിൻ്റെ മൊത്തം സംസ്കൃതിയെ വിളംബരം ചെയ്യാൻ കഴിയുന്നു. അതിലൂടെ സാമൂഹികമായ സാമ്പത്തികമായ വികസനങ്ങൾക്കുള്ള വഴി തുറക്കുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. നിങ്ങളുടെ സിദ്ധിയെ, നിങ്ങളുടെ സൗഭാഗ്യത്തെ, അത് പ്രകൃതി വിഭവമാവാം, കലാരൂപമാവാം, ഭക്ഷ്യവിഭവങ്ങളാവാം, അതിനെ നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായ രീതിയിൽ കൃത്യമായി പുനരവലോകനം നടത്തി കാലാനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതെങ്ങനെ സമൂഹത്തെ മാറ്റിമറിക്കും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം ജനിതക ഘടന മുതൽ കാലാവസ്ഥ വരെ നിർണ്ണയിക്കുന്നതാണ് ഒരു നാടിൻ്റെ കായിക സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇക്വഡോറിൽ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ ഹോം ആൻഡ് അവേ മത്സരത്തെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തു. ശ്വാസം കിട്ടാതെ വിഷമിക്കുന്ന മെസ്സിയെയും നെയ്മറെയും ഒക്കെ നമ്മൾ പറഞ്ഞു. അതിന് സമാനമാണ് കെനിയയിലെ ദീർഘദൂര ഓട്ടക്കാർ. കിലോമീറ്ററുകളോളം ഓടി തളരാതെ ജയിക്കുന്ന ഒരു പട്ടിണി രാജ്യത്തിൻ്റെ പ്രതിനിധി. അവിടെ വേഗമല്ല ഗതി നിർണ്ണയിക്കുന്നത്. അത് നേരെ വിപരീതമാണ് അമേരിക്കയിലെ ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ. വർണ്ണവെറിയനായ അമേരിക്കക്കാരൻ്റെ മുഖത്തേക്കാണ് അവിടെ ബാസ്കറ്റ്ബോൾ വന്നു വീഴുന്നത്. അവർക്ക് ജയിക്കാൻ ആ കറുത്ത വർഗ്ഗക്കാരൻ വേണം, അവൻ്റെ ആകാരം വേണം, അവൻ്റെ സിദ്ധികൾ വേണം. അപ്പോൾ ജനിതക ഘടനയും കാലാവസ്ഥയും നിർണ്ണയിക്കുന്നതാണ് ഒരു സമൂഹത്തിൻ്റെ കായിക സംസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ ദക്ഷിണേന്ത്യയിലെയോ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കബഡിയാവാം, ഗുസ്തിയാവാം, ഇതിന് ഓരോന്നും വേണ്ടത് എന്താണെന്ന് നമ്മൾ അവിടെയാണ് വിലയിരുത്തുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നയം അല്ലേ നമുക്കിപ്പോൾ ആവശ്യം. നമ്മൾ എവിടെയൊക്കെയാണ് നിക്ഷേപം നടത്തുന്നത്, എന്തിനു വേണ്ടിയൊക്കെയാണ് നിക്ഷേപം നടത്തുന്നത്,
എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നയം നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ജിമ്മി ജോർജും PT ഉഷയുമൊക്കെ ഒരു അപൂർവതകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വേദനയോടെ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. ആ മേഖലകളിലേക്ക് നമുക്കിനി കടന്നു ചെല്ലാൻ കഴിയുമോ, അല്ലെങ്കിൽ അവിടേക്കാണോ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്? ഇത്തരം യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. അസ്വസ്ഥ ഉളവാക്കുന്നതാണെങ്കിൽ പോലും ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നിക്ഷേപങ്ങൾ ശരിയായ നിക്ഷേപങ്ങളാണോ? നമ്മൾ ഈ LICയുടെയൊക്കെ പരസ്യത്തിൽ പറയുന്ന പോലെ എല്ലാവരേക്കും ഇടുകയാണോ വേണ്ടത്, അതോ ഏറ്റവും സാധ്യതയുള്ളവയിൽ ഏറ്റവും മികവ് പുലർത്താൻ കഴിയുന്നവയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലൊരു കായിക നയം നമ്മൾ രൂപവത്കരിക്കേണ്ടത്. മനസ്സിനും ശരീരത്തിനും കരുത്തുള്ള ബഫണിനെയും പേസിനെയും സച്ചിനെയും ആൻഡേഴ്സണെയും ഫെഡററെയും പോലെ ദീർഘകാലം കളിക്കുന്നവരെയാണോ നാം നിർമ്മിക്കേണ്ടത്? വ്യക്തിഗത ഇനങ്ങൾക്കാണോ പ്രാധാന്യം നൽകേണ്ടത്? MRF പേസ് ഫൗണ്ടേഷനും ഗോപിചന്ദിൻ്റെ അക്കാഡമികളുമാണോ നമ്മൾ മാതൃകയാക്കേണ്ടത്? ഇത്തരം വലിയ ചർച്ചകൾക്ക്, വലിയ വിശകലനങ്ങൾക്ക് വഴിവെക്കുന്നതാണ് ഇന്ത്യയുടെ ഒളിമ്പിക് പ്രകടനങ്ങൾ, വിശേഷിച്ചും അത് കേരളത്തിൻ്റെ പ്രകടനം. കൂടുതൽ മേഖലകളിലേക്ക് നമ്മൾക്ക് കടക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. എങ്കിൽ പോലും അത് അതിന് യോജിക്കുന്ന രീതിയിലുള്ള ആ നിക്ഷേപത്തിൽ യോജിക്കുന്ന രീതിയിലുള്ള ഫലം നമുക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക്സിലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും സാധ്യതയുള്ളവയിൽ, ഏറ്റവും ആവശ്യമുള്ളവയിൽ, ഏറ്റവും മികച്ച ഫലം തരാൻ കഴിയുന്നവയിൽ ഏറ്റവും മികച്ച നിക്ഷേപം നടത്തിയതിന് ശേഷം പോരെ എല്ലാത്തിലേക്കും നിക്ഷേപം നടത്തേണ്ടത്, അതോ എല്ലാത്തിനും നിക്ഷേപം നടത്താൻ കഴിയുന്നൊരു പദ്ധതി നമുക്കുണ്ടോ എന്നുള്ള ചർച്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതാണ് ഇവിടെ ഈ ഒളിമ്പിക്സ് നമുക്ക് നൽകുന്ന പാഠം. നാലാമത്തെ നമുക്ക് ഒരു സ്പോർട്സ് സാമ്പത്തിക ശാസ്ത്രം ആവശ്യമാണ്. കായിക താരമായി മാറാനും കായിക താരമായി തുടരാനും പ്രേരിപ്പിക്കുന്ന ഒരു കായിക സംസ്കാരം. എങ്ങനെയാണ് നമ്മൾ ആ കായിക സംസ്കാരം രൂപപ്പെടുത്തേണ്ടത്? ആ കായിക സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിൽ സമൂഹത്തിൻ്റെ മൊത്തം പങ്കെന്താണ്? അതിലൂടെ ആ സമൂഹത്തെ മൊത്തം നമുക്ക് എങ്ങനെ ഉത്തേജിപ്പിക്കാൻ കഴിയും, ഒരു വിപണിയായി മാറ്റാൻ കഴിയും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖലയിൽ സ്പോർട്സ് മെഡിസിനുള്ള സാധ്യത, അന്താരാഷ്ട്ര വേദികളിൽ സമ്മർദ്ദമില്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ പ്രകടനം നടത്താൻ കഴിയുന്ന 100% പ്രൊഫഷണലുകളായ കായിക താരങ്ങളെ നിർമ്മിക്കാൻ ഉള്ള ഒരു സ്പോർട്സ് മെഡിസിൻ സംവിധാനം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നുകൂടെ? ഇത്തരം ചർച്ചകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെയാണ്. കായിക താരങ്ങളുടെ ഭാരം കുറച്ചിലും അത് കുറയ്ക്കാനും കൂട്ടാനും നടത്തുന്ന ശ്രമങ്ങളുമെല്ലാം അതുവഴി സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. സമ്മർദ്ദം താങ്ങാനാവാതെ വിരമിക്കുന്ന കായിക താരങ്ങളുണ്ട്. ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനൊരു കായിക സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം, അതിനെ നമുക്ക് ഏതൊക്കെ സാധ്യതകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാൽ ഇതും ഒരവസരം, എല്ലാ സാമ്പത്തിക ചർച്ചകളിലും നമ്മൾ പറയുന്ന പോലെ ഇതും ഒരവസരം തന്നെയാണ്. ഈ തിരിച്ചടി അല്ലെങ്കിൽ ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രകടന മികവ് ഉയർത്താൻ കഴിയാത്ത സാഹചര്യം ഒരവസരമായിട്ട് നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം സിനിമകളുടെ റിലീസുകൾ, വാണിജ്യ മൂല്യം കുറഞ്ഞ സിനിമകൾക്ക് നൽകുന്നത് സാമ്പത്തിക സഹായമല്ല, സാംസ്കാരികമായ നിക്ഷേപമാണ്. ഇത്തരം രീതിയിൽ വാണിജ്യ മൂല്യം കുറഞ്ഞ സിനിമകളെ, ആ വാണിജ്യ മൂല്യം കുറഞ്ഞ സിനിമകളിൽ നിക്ഷേപിച്ചിരുന്ന ഒരു പറ്റം സംവിധായകർ നമ്മളെ വിട്ടുപോയ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് നേരത്തെ പിന്നെ റിലീസുകളിലേക്ക് എത്തുന്നത്. സാമ്പത്തിക വിജയം നേടുകയും നേടാതെ പോവുകയും ചെയ്ത സിനിമകളെ പതിറ്റാണ്ടുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 20 വർഷത്തിന് ശേഷമെങ്കിലും നമ്മൾ വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കുന്നു. അവിടേക്ക് തിയേറ്റർ സംസ്കാരം തന്നെ ഇല്ലാതായ ഒരു ഘട്ടത്തിൽ തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നു. അവിടെ നമ്മൾ കാണുന്ന അത് സംഭവിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ, വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. ആ കുറച്ച് വർഷങ്ങൾക്കിടയിൽ തന്നെ നേരത്തെ പറഞ്ഞ ചില നിർമ്മാതാക്കൾ കടന്നുപോയി, നമ്മളെ വിട്ടുപോയിരുന്നു. അവർ സിനിമയിൽ
അല്ല നിക്ഷേപം നടത്തിയത്, അവർ കലയിലാണ് നിക്ഷേപം നടത്തിയതെന്നാണ് അവർ വിശ്വസിച്ചത്. വാണിജ്യ മൂല്യം കുറഞ്ഞ അത്തരം പല സിനിമകളും കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ അല്ലെങ്കിൽ ലോക സാംസ്കാരിക ഭൂപടത്തിൽ കേരളത്തിൻ്റെ കലാവേദിയെ അടയാളപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച സിനിമകളാണ്. ഒരുപക്ഷെ ഇത്തരം നിർമ്മാതാക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സംഭവിക്കാതെ പോകുമായിരുന്ന ചില സിനിമ. അവിടെ നേരത്തെ പറഞ്ഞ നിക്ഷേപങ്ങളുടെ കാര്യം നമ്മൾ പറയും. നാടകങ്ങളിലെ പ്രകടനങ്ങൾ, അത് അഭിനയമാവാം, പാട്ടാവാം, അതെല്ലാം ആ വേദികളിൽ ഒതുങ്ങുന്നു, പിന്നീടൊരു കാണികളിലേക്ക് എത്തുന്നില്ല എന്നറിഞ്ഞിട്ടും അവിടെ തന്നെ തുടരുന്ന ഒരു പറ്റം കലാകാരന്മാരുണ്ട്, കലാകാരികളുണ്ട്. അതിൽ സിനിമാ താരങ്ങളുണ്ട്, സംഗീത പ്രതിഭകളുണ്ട്. ചലച്ചിത്ര മേഖലയിലും സംഗീത മേഖലയിലും വലിയ രീതിയിൽ കഴിവ് തെളിയിച്ചതിന് ശേഷവും ഈ മേഖലയിൽ തുടരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഈ മേഖലയിൽ സിനിമാ മേഖലയിലേക്കോ സംഗീത മേഖലയിലേക്കോ എത്താൻ കഴിയാത്ത ആളുകൾ. ഇവർക്ക് പലർക്കും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാതെ പോകുന്നത് നമ്മൾ കാണും. ഇത് സിനിമകൾക്കും നാടകങ്ങൾക്കും മാത്രമല്ല പല കലാരൂപങ്ങൾക്കും ഇത് സംഭവിക്കുന്നുണ്ട്. കുടിൽ വ്യവസായങ്ങൾക്ക് വരെ ഇത് സംഭവിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ വള്ളംകളിയുടെ നാട്ടിലെ ആലപ്പുഴയിലെ കയറായാലും മൺചട്ടികളുടെ വ്യവസായമായാലും മറ്റ് കലാരൂപങ്ങളായാലും നാടൻ കലകളായാലും ഇവയ്ക്കെല്ലാം ലഭിക്കാത്ത ഒരു നിക്ഷേപ സൗഹൃദമായ ഒരു അന്തരീക്ഷം കായിക മേഖലയിലുണ്ട്, കായിക താരങ്ങൾക്കുണ്ട്. അവിടെയാണ് നമ്മൾ ഒരു കായിക സാമ്പത്തിക നയം രൂപവൽക്കരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നാം ചർച്ച ചെയ്യും. റിലീസുകൾ സംഭവിക്കുന്നത് നിക്ഷേപങ്ങൾ വരുമ്പോഴാണ്. ഈ റിലീസ് ചെയ്ത സിനിമകൾ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ എത്തിയ കാലത്ത് സാമ്പത്തിക വിജയം നേടിയവയല്ല. കൂടുതൽ മികച്ച വാണിജ്യ പ്രചാരണ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സിനിമകൾ പലതും തിയേറ്ററിലെത്തി. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ വാണിജ്യ വിജയം നേടാത്ത സിനിമകളെ അന്താരാഷ്ട്ര പുരസ്കാര വേദികളിൽ എത്തിക്കാൻ പ്രയത്നിച്ച ചില നിർമ്മാതാക്കളുടെ കഴിവുണ്ട്. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് വലിയ രീതിയിലുള്ള മുടക്കുമുതൽ പ്രചാരണത്തിനും പ്രദർശനത്തിനും പ്രവൃത്തികൾക്കും വലിയ രീതിയിലുള്ള മുടക്കുമുതൽ ആവശ്യമായ മേഖലയാണ് കലയും കായിക രംഗവും എല്ലാ കാലത്തും. അത്തരം ഒരു അവസ്ഥ, അത്തരം ഒരു സമ്പത്ത് ലഭിക്കാത്ത അവസ്ഥ ഇന്ന് ഈ നിമിഷം കേരളത്തിൻ്റെ കായിക മേഖലയിൽ ഇല്ല എന്നിടത്തു നിന്നുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ എവിടെയോ എന്തോ കുറവുകളുണ്ടെന്നും ആ കുറവുകൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ടെന്നും അത് പണത്തിൻ്റെ ലഭ്യത കുറവല്ല എന്നിടത്തു നിന്നാണ് കായിക നയത്തിൻ്റെ അനിവാര്യതയിലേക്ക് നമ്മൾ എത്തേണ്ടത്. സിനിമാ താരങ്ങളും സംഗീത സംവിധായകരും ആവാൻ വേണ്ടി ടെലിവിഷനുകളിലും സീരിയലുകളിലും വലിയ സാധ്യതകൾ കണ്ടിരുന്നൊരു കാലമുണ്ടായി. ഈ പറഞ്ഞ ടെലിവിഷനുകളുടെയും സീരിയലുകളുടെയും നിലവാര ശോഷണത്തിലേക്ക് പലപ്പോഴും അത് നയിക്കുന്നു നമ്മൾ കണ്ടിരുന്നു. അവയെല്ലാം ഇന്ന് മാറുകയാണ്. വലിയ രീതിയിലുള്ള മുടക്കുമുതൽ ഉണ്ടാകുന്നു. ഇൻസ്റ്റാഗ്രാമുകളിലൂടെ ഫേസ്ബുക്കുകളിലൂടെ വരെ സിനിമകളും ഡോക്യുമെൻ്ററികളും ഉണ്ടാകുന്നു. അപ്പോൾ സാധ്യതകൾ അവിടെ ഉണ്ട് എന്നിടത്തു നിന്നാണ് വിപണി സൃഷ്ടിക്കാനും വിപണി ഉപയോഗിക്കാനുമുള്ളൊരു സംവിധാനം കേരളത്തിൻ്റെ കായിക മേഖലയിൽ ഇന്ന് ഇല്ല എന്ന് തിരിച്ചറിയിക്കണം. വിപണിയും വേദിയും ആരവങ്ങളുമാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന തിരിച്ചറിവിലേക്ക് അവിടെയാണ് നമ്മൾ എത്തിയത്. ഇത് ഒരു സംവിധാനത്തിൻ്റെ അപജയമോ മികവില്ലായ്മയോ കാണിക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയും എന്നൊരു ചർച്ചകളിലേക്ക് നമ്മൾ കടക്കേണ്ടത് ഇവിടെയാണ്. നിങ്ങളുടെ കായിക സംസ്കാരം ആന്ധ്രയിലെയും പോർച്ചുഗലിലെയും സിനിമാ തിയേറ്ററുകളിൽ ജനങ്ങളുടെ നികുതി പണം ചെലവഴിച്ച് സ്വയം വിൽപ്പനയ്ക്ക് വയ്ക്കാൻ ഏത് നാണം കെട്ടവനും കഴിയുമെന്ന് പിണറായിയോട് പറയാൻ പാരീസും വയനാടും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ
മലയാളിയോട് ആവശ്യപ്പെടുകയാണ്. ഇനി ഇതിൽ കൂടുതൽ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ഇതിൽ കൂടുതൽ അകലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഒളിമ്പിക്സ്, ലോക കായിക വേദികൾ, അവയോട് കൂടുതൽ അടുത്തേക്ക് ചെല്ലാൻ പാരീസും വയനാടും നേരത്തെ പറഞ്ഞ നമ്മളോട് ആവശ്യപ്പെടും.